നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴ കല്ലുവെട്ടാങ്കുഴിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരനും 85-കാരിയും അടക്കം 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൃദ്ധയെ കടിച്ച നായ സമീപത്തു തന്നെ വീണ് ചത്തു. പേവിഷബാധയുള്ള നായയെന്ന് സംശയം. പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനം CPM പ്രതിനിധിയായ S. ബിജു ഒഴിഞ്ഞു. മുന്നണി ധാരണ പ്രകാരമാണ് രാജി. അടുത്ത വൈസ് ചെയർമാൻ സ്ഥാനം CPIക്ക്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് NREGS വർക്കേഴ്സ് പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ കല്ലുവെട്ടാങ്കുഴിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരനും 85-കാരിയും അടക്കം 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിനു വിദ്യ ദമ്പതികളുടെ മകൻ ആദിത്യൻ എന്ന 3 വയസ്സുകാരനാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 85-കാരി ഭവാനിയമ്മയ്ക്കും സമീപവാസി ലീലാമ്മയ്ക്കും പരിക്കേറ്റു. കൈക്കും കാലിനും ഗുരുതരമായി കടിയേറ്റ ഭവാനിയമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഭവാനിയമ്മയെ വീടിനുള്ളിൽ കടന്ന് തെരുവുനായ കടിക്കുകയായിരുന്നു. ആക്രമിച്ച നായ ഭവാനിയമ്മയുടെ വീടിന് സമീപത്ത് ചത്തുവീണത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. നായയ്ക്ക് പേവിഷബാധയുള്ളതായാണ് സംശയം. നായ്ക്കളുടെ ആക്രമണം പതിവായതോടെ നാട്ടുകാർ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങളിതിന് നടപടിയെടുത്ത് തന്നേ ഒക്കൂ. ഒരു ഇവിടെ എല്ലാവരും ഒപ്പിട്ട് തന്നിട്ടുണ്ട്. പട്ടിയെ പിടിക്കാൻ വേണ്ടി അങ്ങനെ അവിടെ ചെന്ന് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് നാളെയോ മറ്റന്നാളോ വിളിക്കാം. പിന്നെ കോഴിയെ, താറാവിനെ, ആടിനെ ഒക്കെ പിടിച്ച് കടിച്ച് തിന്നിട്ടാണ് ആ വഴി വന്നതാണ് എന്റെ മോന്റെ കൊച്ചിനെ കുറിച്ചത്. ഇനി നിങ്ങൾ ഇതിന് വേണം നടപടി എടുക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ കിടന്ന് വളരുന്നത്. കോടിക്കടഞ്ഞ് കോളനിയാ, ലക്ഷം കോളനിയായ പിന്നെ കൊടി കൊച്ചുങ്ങളെല്ലാം ഉള്ളതാ ഇവിടെ. അംഗൻവാടി മതിൽ കെട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി കളിക്കാൻ പട്ടി വന്ന് പിറക്കെ കൂടെ വന്ന് കയറി വന്ന് കടിച്ചതൊന്നും കുഞ്ഞുങ്ങൾ അമന്ന് വീണ് എന്റെ കൊച്ചിന്റെ മുതു മൊത്തം കടിച്ച് പറിച്ചെടുത്തിട്ടും കുഞ്ഞു കടന്ന് നിലവിളിക്കുക. എന്തോ ചെയ്യാൻ പറ്റും? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുഭിലാഷ് കുമാർ സ്ഥലത്തെത്തിയിട്ടും വാർഡ് മെമ്പർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുളത്തൂപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ ആവശ്യത്തിന് പ്രതിരോധ മരുന്നുകൾ അടക്കമുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സുഭിലാഷ് കുമാർ പറഞ്ഞു. ഇന്നലെ ഹോസ്പിറ്റലിൽ മരുന്ന് എത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്നിപ്പോ മരുന്ന് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കടിയേറ്റിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ചികിത്സയ്ക്കായി കുത്തിവയ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ തദ്ദേശവാസികളുടെ പരാതി മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് പേവിഷബാധയേറ്റ നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര തീരുമാനം ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി ആലോചിച്ച് നടപ്പിലാക്കിയപ്പോൾ വെറ്ററിനറി സർജനെ വിളിച്ചിരുന്നു. അദ്ദേഹം പുനലൂർ ഒരാവശ്യമായിട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുന്ന മുറയ്ക്ക് അടിയന്തരമായി ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ പേവിഷബാധയേറ്റ നായ്ക്കളെ മുഴുവൻ കൊല്ലുന്നതിനുള്ള തീരുമാനം ഉണ്ടാവും. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം തെറ്റാണെന്ന് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരും ബന്ധുക്കളും പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ പ്രതിരോധ മരുന്നുകൾ ഇല്ലാത്തതിനാൽ പരിക്കേറ്റവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്കാണ് അധികൃതർ പറഞ്ഞയച്ചത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ദേശീയ ഗെയിംസിന്റെ പ്രചരണാർത്ഥം റൺ കേരള റൺ വിളംബര റാലി കിഴക്കൻ മേഖലയിലും. ഇടമൺ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റാലിയിൽ കിൻഡർ ഗാർട്ടൻ അടക്കം എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും പങ്കെടുത്തു. സ്കൂളങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. സഞ്ജയ് ഖാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫാബിയോള, മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റൺ കേരള റണ്ണിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പത്തനാപുരത്ത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും. ഫോട്ടോ ഫോക്കസിംഗ് ആയിരുന്നു ഐക്യദാർഢ്യ പരിപാടിയുടെ പ്രത്യേകത. കല്ലുംകടവ് ജംഗ്ഷനിൽ നിന്ന് അസോസിയേഷൻ പ്രവർത്തകർ പ്രകടനമായാണ് ഫോട്ടോ ഫോക്കസിംഗിന് സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന ഗ്രൂപ്പ് ഫോക്കസിംഗ് വേറിട്ട കാഴ്ചയായിരുന്നു. പരിപാടിക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഉമ്മൻ തോമസ്, രാജേന്ദ്രൻ ശബരി, വിനോദ് അമ്മാസ്, സുഗതൻ ഗമനം, സുബി ചേകം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുതിരച്ചിറ ഗവൺമെന്റ് മോഡൽ LPS പ്രീ പ്രൈമറി സ്കൂളിന് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച കമ്പ്യൂട്ടർ ലാബ് MLA സ്കൂളിന് സമർപ്പിച്ചു. ചടങ്ങ് MLA ഉദ്ഘാടനം ചെയ്തു.
മുമ്പ് MLA തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 2 കമ്പ്യൂട്ടറുകൾ സ്കൂളിന് അനുവദിച്ചിരുന്നു. ഇതുകൂടാതെ ഇത്തവണ 1 കമ്പ്യൂട്ടർ കൂടി അനുവദിച്ചു. ആദ്യം നൽകിയ 2 കമ്പ്യൂട്ടറുകളും പ്രവർത്തനരഹിതമാണ്. ഇങ്ങനെ മിക്ക സ്കൂളുകളിലും MLA MP ഫണ്ടുകളിൽ അനുവദിച്ച കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ഇത് സർവീസ് ചെയ്ത് നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് MLA ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അതാത് സ്കൂളുകളുടെ PTA പലപ്പോഴും കാണാനൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൊച്ചു സ്കൂളുകൾ PTA കാണാനാകാത്ത സ്ഥിതികൾ. എങ്കിലും പൊതുവിൽ നമ്മുടെ മുനിസിപ്പൽ മേഖലയിലെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ആവശ്യത്തിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠനം പാഠ്യ വിഷയത്തിന്റെ ഭാഗമായി തന്നെ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ കമ്പ്യൂട്ടർ കൊടുക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് S. സുരേഷ് കുമാർ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ G. രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, കൌൺസിലർ ജിജി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് NREGS വർക്കേഴ്സ് പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തി ശമ്പളം കൃത്യമായി നൽകണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, ശമ്പളം യഥാസമയം വിതരണം ചെയ്യുക, വിലക്കയറ്റം പിടിച്ചു നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. NREGS പത്തനാപുരം ഏരിയ സെക്രട്ടറി മിനി ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K. രാധാമണി ഉദ്ഘാടനം ചെയ്തു. ഈ ഏരിയയിലെ കുറവന്തൂർ പഞ്ചായത്തിൽ 5453 പേരാണ് തൊഴിലിനു വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പത്തനാപുരം പഞ്ചായത്തിൽ 4055 പേരും, തലവൂർ പഞ്ചായത്തിൽ 5232 പേരും, പാട്ടാഴി വടക്ക് 2401 പേരും, പാട്ടാഴിയിൽ 2899 പേരും, വിളക്കുടിയിൽ 3507 പേരുമാണ് തൊഴിലിനു വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത് പുറത്തു നിൽക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ തൊഴിലാളികൾക്കും രജിസ്ട്രേഷന്റെ 14 ദിവസങ്ങൾക്കകം തൊഴിൽ കൊടുക്കണമെന്ന് ഇതിന്റെ തൊഴിലുറപ്പ് നിയമത്തിൽ സൂചിപ്പിക്കപ്പെടുന്നതാണ്. CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി N. ജഗദീശൻ, ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപിള്ള, DYFI ജില്ലാ പ്രസിഡന്റ് S. സജീഷ്, AB അൻസർ, ഡെൻസൺ വർഗീസ്, രതീഷ് ചേകം, ആശാ ശശിധരൻ, D. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനം CPM പ്രതിനിധിയായ S. ബിജു ഒഴിഞ്ഞു. മുന്നണി ധാരണ പ്രകാരമാണ് രാജി. CPIക്കാണ് അടുത്ത വൈസ് ചെയർമാൻ സ്ഥാനം. ഉദ്ദേശിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കിയെന്ന് S. ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുനലൂർ നഗരസഭയുടെ ഉപാധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയുമ്പോൾ ഉദ്ദേശിച്ചതിൽ 80% പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് S. ബിജു പറഞ്ഞു. തന്നെ സഹായിച്ച സഹപ്രവർത്തകർക്കും നഗരസഭാ ജീവനക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും S. ബിജു നന്ദി അറിയിച്ചു. താലൂക്ക് ആശുപത്രിയിൽ പാഥേയം പദ്ധതി നടപ്പാക്കി. അത് 1 വർഷം പിന്നിട്ടപ്പോൾ രാത്രി ഭക്ഷണവും കൂടിയാക്കി വിപുലപ്പെടുത്താൻ സാധിച്ചു. പാഥേയം പദ്ധതി നടപ്പിലാക്കിയത് വഴിയുണ്ടായ ബാധ്യതകൾ പൂർണ്ണമായും തീർക്കാൻ സാധിച്ചു. ഇപ്പോൾ ഡയാലിസിസ് രോഗികൾക്ക് കൂടി പാഥേയം പദ്ധതി വഴി ഭക്ഷണം നൽകാൻ സാധിക്കുന്നുണ്ട്. മുഴുവൻ രോഗികൾക്കും സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കാനും ആ പദ്ധതി നടപ്പിൽ വരുത്തുവാനും കഴിഞ്ഞു എന്നുള്ളതിൽ അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുണ്ട്. നാളിതുവരെ ആ പാഥേയം പദ്ധതിയുമായി ഉണ്ടായിട്ടുള്ള എല്ലാ ബാധ്യതകളും പൂർണ്ണമായി പരിഹരിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൈസയുടെയും കടബാധ്യതയില്ലാതാണ് 2 നേരം പാഥേയം പദ്ധതിയിൽ രോഗികൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. 50 ലക്ഷം രൂപ ചെലവഴിച്ച് നഗരസഭ ഓഫീസ് കമ്പ്യൂട്ടർവത്കരിച്ചു. ഇതുവഴി സാങ്കേതികമായി നഗരസഭ ഏറെ മുന്നേറി. ഇതിന്റെ നേട്ടം ജനങ്ങൾക്കുണ്ട്. ഓഫീസിന്റെ ഇടനാഴിയിലും ഹാളിലും ക്യാമറകൾ സ്ഥാപിച്ചു. 2015 മാർച്ച് 31 നഗരസഭ പൂർണ്ണമായും കമ്പ്യൂട്ടർവത്കൃതമാകും. ഓഫീസ് പ്രവർത്തനം പ്രധാനമായി ഉപാധ്യക്ഷന്റെ ചുമതലയിൽപ്പെട്ട ഒന്നാണ്. കേരളത്തിലെ സർക്കാർ ഓഫീസുകളെല്ലാം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഫയലുകൾ കാണാതെ വരിക, ഉദ്യോഗസ്ഥന്മാർ സീറ്റുകളിൽ ഇല്ലെങ്കിൽ ഒരു വിവരം കൃത്യമായി ലഭ്യമാകാതെ വരിക തുടങ്ങിയിട്ടെല്ലാമുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരമാകുന്ന വണ്ണം ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ ഓഫീസുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ല. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 1/2 കോടിയിലധികം രൂപ മാറ്റിവെച്ചുകൊണ്ട് നഗരസഭാ ഓഫീസ് പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനും ഓഫീസിലെ സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6-7 മാസം കൊണ്ട്
സമ്പൂർണമായ കമ്പ്യൂട്ടറൈസേഷൻ എന്ന ലക്ഷ്യം സാധിക്കപ്പെടാൻ പോവുകയാണ്. ആ പദ്ധതിക്ക് തുടക്കമിടാനും ആ പദ്ധതി രൂപീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതിലും അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതിന്റെ ഒരു 3/4 നടപടികളും പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ഒരു സന്തോഷമുണ്ട്. നഗരം നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ജലസംരക്ഷണത്തിന്റെ കുറവാണെന്ന് മനസ്സിലാക്കി 3 കോടി രൂപ ചെലവ് വരുന്ന വാട്ടർഷെഡ് പദ്ധതി നടപ്പാക്കി. 3 വാട്ടർഷെഡുകളിലെ 3 എൻട്രി പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ച് വാട്ടർഷെഡ് പദ്ധതി ഫലത്തിൽ നടപ്പിലാക്കപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി 22-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പങ്കെടുക്കുന്ന വലിയ പൊതുസമ്മേളനത്തിൽ വെച്ച് JLG ഗ്രൂപ്പുകൾക്ക് ധനസഹായ വിതരണത്തോടുകൂടി ആ വാട്ടർഷെഡ് പദ്ധതി ഫലത്തിൽ നടപ്പിലാക്കി തുടങ്ങുകയാണ്. പുനലൂർ മാർക്കറ്റിൽ മാലിന്യ സംസ്കരണത്തിനായി എയ്റോബിക് കമ്പോസ്റ്റ് പ്ലാന്റിന് കഴിഞ്ഞ ദിവസം അനുമതി വാങ്ങിയെടുക്കാനും കഴിഞ്ഞതായി എസ് ബിജു അറിയിച്ചു. ആലപ്പുഴ മോഡലിലുള്ള എയ്റോബിക് കമ്പോസ്റ്റ് പ്ലാന്റ് പുനലൂര് സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു പദ്ധതിക്ക് സർക്കാരിൽ നിന്ന് അംഗീകാരം വാങ്ങി ഇന്നലെ ആ വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. വരുന്ന 2 മാസത്തിനകം പുനലൂർ മാർക്കറ്റിലെ മുഴുവൻ ജൈവ മാലിന്യങ്ങളും മാർക്കറ്റിനുള്ളിലെ എയ്റോബിക് കമ്പോസ്റ്റ് പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയുന്ന 20 യൂണിറ്റുകളോടുകൂടിയ ഒരു എയ്റോബിക് കമ്പോസ്റ്റ് പ്ലാന്റിനാണ് പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ആ പദ്ധതി ഇന്നലെ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. വരുന്ന 1-2 മാസക്കാലത്തിനകം ആ പദ്ധതി ആരംഭിക്കും. ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകാനും നേതൃത്വം നൽകാനും കഴിഞ്ഞു എന്നുള്ളതും അങ്ങേയറ്റം അഭിമാനകരമായി ഞാൻ കരുതുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2014-15 വർഷത്തെ സ്കൂൾ യൂണിഫോമുകൾ വിതരണം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഏക ജോലി വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമാണ്. ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഏറ്റവും നല്ലവണ്ണം പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് തലത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവർക്ക് സൗജന്യമായി കുറച്ച് അവരെ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നു. ചടങ്ങിൽ സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് മണികുമാർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ രഘുകുമാർ, സീനിയർ അസിസ്റ്റന്റ് അനില എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 386 കുട്ടികൾക്കാണ് 2 ജോഡി യൂണിഫോമുകൾ വീതം വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റിഫാനി അലൂമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുൻ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്നു. 17 രാവിലെ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 17 തീയതി ഒരു ഗുരുവന്ദനം പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 64 ശേഷം ഈ കോളേജിൽ ജോലി ചെയ്ത് എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിക്കുന്ന ഒരു വൻ ചടങ്ങാണ്. 64 ശേഷമുള്ള ഇവിടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ ചടങ്ങിൽ സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഫെബ്രുവരി മാസം 20 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം ബഹുമാനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് നിർവഹിക്കുന്നതായിരിക്കും. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി വിൻസെന്റ് ഡാനിയൽ, അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അസംബ്ലീസ് ഓഫ് ഗോഡ് ശതാബ്ദി കൺവെൻഷൻ പുനലൂരിൽ ജനുവരി 19 തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെട്ടിപ്പുഴ MLA റോഡിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് മന്ദിരത്തിലാണ് കൺവെൻഷൻ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചിട്ട് 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വേളയാണ് ഇത്. അതുകൊണ്ട് ഈ വർഷത്തെ സമ്മേളനത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങൾ കൺവെൻഷൻ സമയത്ത് ആരംഭിക്കും. ജനുവരി 19 മുതൽ 25 വരെയാണ് കൺവെൻഷൻ. 19 വൈകിട്ട് 6 സഭാ ആസ്ഥാനത്ത് നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ സഭാ സൂപ്രണ്ട് പാസ്റ്റർ TG സാമുവൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 6 പൊതുയോഗങ്ങൾ നടക്കും. പാസ്റ്റർമാരായ ഐവൻ സത്യവ്രത കൽക്കട്ട, പാപ്പി മത്തായി ലക്നൌ എന്നിവരാണ് പ്രധാന പ്രസംഗകർ. പാസ്റ്റർമാരായ KJ മാത്യു, രാജൻ എബ്രഹാം, തോമസ് ഫിലിപ്പ്, കോശി വൈദ്യൻ, PS ഫിലിപ്പ്, TJ സാമുവൽ തുടങ്ങിയവരും പ്രസംഗിക്കും. ഏപ്രിൽ മാസം 15 തീയതി വിപുലമായ പരിപാടികളോടുകൂടി ശതാബ്ദി സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുവാനും സഭ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ മലയാളക്കരയിലുള്ള എല്ലാ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകളും പങ്കെടുക്കുന്നതാണ്. സഭയുടെ തന്നെ 3 ഭാഗങ്ങളായിട്ടാണ് കേരളത്തെ വിഭജിച്ചിരിക്കുന്നത്. മലബാർ ഒരു ഭാഗം, തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗവും കന്യാകുമാരി ജില്ലയും കൂടെ ചേർത്ത് മറ്റൊരു വിഭാഗം, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ ഇതിൻ്റെ പ്രധാന ഭാഗം. ഈ 3 വിഭാഗങ്ങൾ ചേർന്നാണ് ഏപ്രിൽ മാസം നടക്കുന്ന ശതാബ്ദി സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്.
വാർത്താസമ്മേളനത്തിൽ സഭാ സൂപ്രണ്ട് റവറൻ ടി ജെ സാമുവൽ, കൺവെൻഷൻ മീഡിയ കൺവീനർ ഷാജൻ ജോൺ ഇടക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അസംബ്ലീസ് ഓഫ് ഗോഡ് ശതാബ്ദി വർഷത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു. സഭ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതലായി ഇടപെടുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. സഭ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരുടെ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും പങ്കുചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് 100ാം വർഷത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായി വൃക്ക തകരാറിലായ 100 രോഗികൾക്ക് സൌജന്യമായി ഡയാലിസിസ് നടത്തും. സഭയുമായി സഹകരിക്കാൻ മനസ്സുള്ള ആശുപത്രിയിൽ സൌജന്യമായി ഡയാലിസിസ് മെഷീൻ വാങ്ങി നൽകും. ഭവനരഹിതരായ 10 പേർക്ക് വീട് വെച്ച് നൽകും. നിർധനരായ 100 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകും. സഭയിലെ വനിതാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ 100 വിധവകൾക്ക് ധനസഹായം നൽകും. 4 ആശുപത്രികളിൽ ഉച്ചഭക്ഷണം നൽകുന്നതടക്കം നിരവധി പദ്ധതികളാണ് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. 100 പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുക, സഭയുടെ വകയായി തന്നെ ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുക. അത് കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാനുള്ള സ്ഥിരം സംവിധാനം ഉദ്ദേശിച്ചാണ് ആ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക, 100 പേർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുക, 100 വിധവമാർക്ക് സഭയുടെ വനിതാ വിഭാഗത്തിന്റെ ചുമതലയിൽ സാമ്പത്തിക സഹായം നൽകി കൊടുക്കുക, 4 ആശുപത്രികളിൽ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം സൗജന്യമായി വിതരണം ചെയ്യുക. ഈ പദ്ധതികളും ഇതിനകത്ത് ഉൾപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദൈവസാമീപ്യം മനുഷ്യനെ നന്മയുള്ളവനാക്കുന്നുവെന്ന് റവറൻ ഡോക്ടർ ജോയി പി ഉമ്മൻ പത്തനാപുരത്ത് ബഥേൽ ഗോസ്പൽ അസംബ്ലിയുടെ 25ാമത് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം ലംഘിച്ചപ്പോഴൊക്കെ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ കായോട് ഞാൻ നിന്നെ ഉപേക്ഷിക്കും, നിന്നോടുകൂടെ വരത്തില്ല, നിനക്ക് എന്നെ വേണ്ട, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നതൊക്കെയാ. പത്തനാപുരം ബഥേൽ ഗ്രൌണ്ടിൽ 15-ന് ആരംഭിച്ച കൺവെൻഷനിൽ വിവിധ ദിവസങ്ങളിലായി പാസ്റ്റർ സാം ടി മുഖത്തല, കെ ജെ തോമസ്, കെ ജോയി എന്നിവർ പ്രസംഗിക്കും. 18-ന് ആരാധനാ സമ്മേളനത്തോടെ സിൽവർ ജൂബിലി കൺവെൻഷൻ സമാപിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ അലക്സാണ്ടർ ഉമ്മൻ, ഗ്രേസ് ഉമ്മൻ, എംഒ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. കൺവെൻഷന്റെ ഭാഗമായി ഗാനശുശ്രൂഷയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം നടുക്കുന്ന മാങ്കുന്നിൽ വീട്ടിൽ പരേതനായ എബ്രഹാം ജോർജിന്റെ ഭാര്യ ഏലിയാമ്മ ജോർജ് നിര്യാതയായി. 87 വയസ്സായിരുന്നു. കുഞ്ഞുമോൾ തങ്കമ്മ, ജോൺസൺ, ജോസ്, റെജി, പരേതനായ ഷാജി എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച 2 മണിക്ക് പത്തനാപുരം ഇമ്മാനുവേൽ പള്ളിയിൽ നടക്കും. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളത്തൂപ്പുഴ കല്ലുവെട്ടാങ്കുഴിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരനും 85-കാരിയും അടക്കം 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൃദ്ധയെ കടിച്ച നായ സമീപത്തു തന്നെ വീണ് ചത്തു. പേവിഷബാധയുള്ള നായയെന്ന് സംശയം. പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനം CPM പ്രതിനിധിയായ S ബിജു ഒഴിഞ്ഞു. മുന്നണി ധാരണ പ്രകാരമാണ് രാജി. അടുത്ത വൈസ് ചെയർമാൻ സ്ഥാനം CPIക്ക്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് NREGS വർക്കേഴ്സ് പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.